മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് മലയാളം സെക്കൻഡ് പരീക്ഷയും വന്നിട്ടുണ്ട് അല്ലേ? പഠിക്കണ്ടേ? 6ാം ക്ലാസ്സിൽ മലയാളം സെക്കൻഡ് എല്ലാവരും എഴുതുന്ന പരീക്ഷയല്ലേ? അപ്പം നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം പഠിക്കാം. നിങ്ങൾ അത്ര ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ഭാഗമാണ് ടീച്ചർ എന്ന് പറയുന്നത്. അതിനു മുൻപായിട്ട് നമ്മുടെ 7ാം ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഇനി പോകുന്നതില്ലേ, സീനിയർ കുട്ടികളാകാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടതിൻ്റെ ഒരു ഇതൊക്കെ പ്രാധാന്യമൊക്കെ നിങ്ങൾക്കറിയാം. കാരണം എന്താണ്, അടുത്ത ക്ലാസ്സിൽ USS അല്ലേ, CM കിഡ്സ് സ്കോളർഷിപ്പ് അല്ലേ, CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അവഞ്ചേഴ്സ് എന്നാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ ബാച്ചിൻ്റെ പേര്. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉള്ള ഒരു അടിപൊളി ബാച്ചാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്രത്യേകതകൾ, ഇതിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ നോട്ട് കിട്ടുന്നു, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, യൂണിറ്റ് ടെസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബാച്ചാണ് ബേസ് പ്ലാൻ ബാച്ച്. 7ാം ക്ലാസ്സിൻ്റെ ബേസ് പ്ലാൻ ബാച്ചാണ്. ഇനി പ്രീമിയം പ്രീ റെക്കോർഡ് സെഷൻ, അതായത് പേൾ വീഡിയോസ് ഒക്കെ ആയിട്ട് കുറച്ച് നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ചില പോർഷൻസോ ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട്, എല്ലാം ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യും. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റ് ആയിട്ടാണ് വീഡിയോസിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങളാണ് അറിയേണ്ടത്. ആ ഭാഗങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ പേൾ വീഡിയോ. അതിന് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ബാച്ചാണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് JEE നീറ്റ് ഒക്കെ എഴുതണം എന്നുള്ളതാണെങ്കിൽ ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന ആ ഒരു ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തേണ്ടത് കേട്ടോ. അപ്പോൾ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. 7ാം ക്ലാസ് നമുക്ക് തകർക്കണം. ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഇപ്പം തന്നെ താഴെ കാണുന്ന ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് പോകാം. ഒത്തുതുഴയാം എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്കറിയാം അല്ലേ? ഒത്തുതുഴയാം, നമുക്കതിൽ 3 പാഠങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട അതിൻ്റെ തുടക്കത്തിൽ തന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, പരിശ്രമങ്ങൾ. നിങ്ങൾ അധികം മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ചു പോകുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മോഡൽ ചോദ്യങ്ങളൊക്കെ, ഇറക്കിയ മോഡൽ ചോദ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാലോ, എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന്. ബാഗ്ബിഡാനന്ദൻ എന്ന് പറയുന്ന ഒരു നവോത്ഥാന നായകനുണ്ട്. അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ബാഗ്ബിഡാനന്ദന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച എഴുത്തുകാരനും സാമൂഹ്യ പരിഷ്കർത്താവും അല്ലേ, നവോത്ഥാന നേതാവ്, നായകനൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരികളാണ്. ഒന്നുമില്ല, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും പറയാണ്. കൂടുകളിൽ അകപ്പെട്ട കിളികളും തൊഴുത്തുകളിൽ ബന്ധിക്കപ്പെട്ട പശുക്കളും ചങ്ങലക്കിട്ട പട്ടികളും പ്രതിബന്ധങ്ങൾ തട്ടിനീക്കി സ്വാതന്ത്ര്യം സമ്പാദിക്കാൻ ബന്ധപ്പെടുന്നു. വല്ല തടസ്സങ്ങളും നേരിടുമ്പോൾ അവയിൽ നിന്ന് വിട്ടുമാറുവാനും വിശാലമായ ആകാശത്തിൽ തലയുയർത്തുവാനും വൃക്ഷങ്ങൾ കൂടി ശ്രമിക്കുന്നു. ആദ്യത്തെ വരിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, കൂടുകളിൽ അകപ്പെട്ട കിളികൾ, തൊഴുത്തുകളിൽ ബന്ധിക്കപ്പെട്ട പശുക്കൾ, ചങ്ങലക്കിട്ട പട്ടികൾ, ഇവയൊക്കെ എന്താണ്? പ്രതിബന്ധങ്ങൾ തട്ടി നീക്കി സ്വാതന്ത്ര്യം സമ്പാദിക്കാൻ ബന്ധപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യം സമ്പാദിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൂട്ടിലിട്ട പക്ഷിക്ക് പുറത്തേക്ക് പറന്നു പോകാനായിരിക്കും എപ്പോഴും ഇഷ്ടം. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. തൊഴുത്തിൽ ബന്ധിക്കപ്പെട്ട പശുക്കൾ, നമ്മൾ തൊഴുത്തിൽ കെട്ടിയിടാറില്ലേ പശുക്കളാ, അതിനെങ്ങനെയെങ്കിലും കെട്ടഴിച്ച് പോകണം എന്നായിരിക്കും ആഗ്രഹം. ചങ്ങലക്കിട്ട പട്ടികൾ പ്രതിബന്ധങ്ങൾ തട്ടി നീക്കി സ്വാതന്ത്ര്യം സമ്പാദിക്കാൻ ബന്ധപ്പെടുന്നു അല്ലേ. വല്ല തടസ്സങ്ങളും നേരിടുമ്പോൾ അവയിൽ നിന്നും വിട്ടുമാറാനും. ഇപ്പോൾ ഒരു മരം ഇങ്ങനെ വളർന്നു വരികയാണേ, നോക്കണേ, വൃക്ഷങ്ങൾ, അതിൻ്റെ ഇടയിൽ അവിടെ ഒരു വീടിൻ്റെ ഭാഗം, നമ്മളെ വീടിൻ്റെ ഭാഗം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, അപ്പോൾ അതിൽ നിന്നൊന്ന് മാറി ഒന്ന് വളഞ്ഞിട്ട് വളരാൻ ശ്രമിക്കും. എന്നിട്ടോ വിശാലമായ ആകാശത്തിൽ തലയുയർത്തുവാനുമാണ് വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. അതായത് ഉയരത്തിലോട്ട് പോകാനാണ് മരങ്ങൾക്ക് എന്നും ആഗ്രഹം അല്ലേ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു തടസ്സം വന്ന്, അപ്പോൾ അത് അങ്ങോട്ട് ചായാതെ വഴി മാറി വളരാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തും. അതുപോലെയാണ് മലർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ എന്താണ്? കൈകാലുകൾ ഇളക്കുന്നു, കമിഴ്ന്നു വീഴുന്നു, മുട്ടുകുത്തി നടക്കുവാൻ നോക്കുന്നു, കസേരയോ മേശയോ ആശ്രയിച്ച് നിവർന്നു നിൽക്കാൻ ശ്രമിക്കുന്നു അല്ലേ. മലർന്നു കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളില്ലേ, കൈകാലുകൾ ഇളക്കുന്നു, കയ്യും കാലൊക്കെ ഇങ്ങനെ ഇളക്കുന്നു, കമിഴ്ന്നു വീഴുന്നു,
എന്നിട്ടോ കമിഴ്ന്ന് വീഴുന്നു. ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ നോക്കുകയാണ്, എണീക്കാൻ നോക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊരു പരീക്ഷാ മോഡൽ ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. മലർന്നു കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുക, കൈകാലിളക്കുന്നു, കമിഴ്ന്നു വീഴുന്നു, മുട്ടുകുത്തി നടക്കുവാൻ ശ്രമിക്കുന്നു, കസേരയോ മേശയോ ആശ്രയിച്ച് നിവർന്നു നിൽക്കാൻ ശ്രമിക്കുന്നു അല്ലേ. വീണാലും എഴുന്നേറ്റ് വീണ്ടും നിൽക്കുവാനും പിഞ്ചുകാലുകൾ ഊന്നി നടക്കുവാനും തുടങ്ങുന്നു. ആര്? കുട്ടികൾ. അപ്പോൾ കുട്ടികൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. 2 മാർക്കിനൊക്കെ നിങ്ങൾക്കത് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എഴുതണം. ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അവർ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് തോന്നുന്നു ടീച്ചർക്ക്. അപ്പോൾ വാഗ്ബിടാനന്ദനാണ് എഴുതിയത് എന്ന് ഓർക്കുക. എന്ത് തന്നെയായാലും മെഗാ മാരത്തോണും അതുപോലെ മിനി മാരത്തോണും നമ്മൾ കഴിഞ്ഞ മെഗാ മാരത്തോണിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങൾ സെറ്റാക്കണം. എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യസമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ കാര്യവും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്. ബൈ.